അർബഅത്തുൻ മിനത് തുയൂർ, പക്ഷികളിൽ നിന്നുള്ള 4 പക്ഷികളുടെ ദുസ്വഭാവത്തെ ത്വയ്യിറു, നീ ഒഴിവാക്കിയിടും, അതെനിക്ക് പറ്റൂല. അയേതാ 4 പക്ഷികൾ? തഊസുന, നമ്മളെ മയില്, നമ്മുടെ എന്ന് പറയാൻ കാരണം ദേശീയ പക്ഷിയാണെന്നുള്ള ഒരു പരിഗണന. ദീക്ക് പൂവൻകോഴി, ഖുറാബ് കാക്ക, നസ്ർ പരുന്ത്. എന്താ ഈ 4 പക്ഷികളുടെ പ്രശ്നം? ഒന്ന് കിബറാണ്. കിബർ ആർക്ക്? മയിലിന് കിബറാണ്. ഒന്ന് പീലിയല്ല വിടർത്തി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പർദ്ദന്റെ പുറത്ത് മാലിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു സംഗതി, ഒരു കിബറാണ്. ഈ മയിലിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കിബർ ഉണ്ടാവും. പീലിയല്ല വിടർത്തി കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല ഉണ്ടാവും. ദീക്ക് പൂവൻകോഴിന്റെ പ്രശ്നം എന്നാ? അതിന് ഷഹ്വത്ത്, അമിതമായ ലൈംഗിക ദാഹം ഉണ്ടാവും. നല്ല സുന്ദരിയായ ഭാര്യ ഉണ്ടാവും, എന്നാലും +2 പെമ്പിള്ളേർ പോകുമ്പോൾ നോക്കും. അത് വേറെ തന്നെ ഒരു ലെവലാണത്, ഉണ്ടാവും. മൂന്നാമത്തത് ഖുറാബ്, കാക്ക. കാക്ക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ചില ജില്ലകൾ പറയുന്ന കാക്ക അല്ല, മറിച്ച് പക്ഷിയിലെ ഐറ്റമായ കാക്ക. അതിന്റെ പ്രശ്നം എന്നാ? അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിർസാണ്, അലച്ച. എത്ര കിട്ടിയാലും കാക്കക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നല്ല ഫുഡ് കൊടുത്താലും പിന്നെ എലി ചത്തതുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഒന്ന് കുത്തും. അങ്ങനെയുണ്ട് ചില ആള്. മൂപ്പരെ കുറവെല്ലാം മാറ്റിയിട്ട് സ്ഥാപനത്തിന്റെ കമ്മിറ്റിയിൽ ഇട്ടാലും പിന്നെയും പഴയ ഫിത്തിന് തന്നെ ഉണ്ടാവും. കാക്കക്ക് അങ്ങനെയാ, നല്ല ഫുഡ് നമ്മൾ ഇവിടുന്ന് കൊടുത്തു, എന്നാലും അപ്പുറം ഒരു പാമ്പോ എലിയോ ചത്തുണ്ടെങ്കിൽ ഒന്ന് കൊത്തു. അങ്ങനെ അലച്ചയാണ്, ഭയങ്കര അലച്ചയാണ് കാക്കക്ക, ഭയങ്കര അലച്ച. മന്തി, ബിരിയാണി, നൂൽപുട്ട്, പത്തല് എല്ലാം തിന്ന് കഴിഞ്ഞ് ആംബുലൻസിന്റെ ഓൺ അടിച്ചാലും ചോദിക്കും പുഡിങ്, ഐസ്ക്രീം ഒന്നും ഇല്ലേന്ന്. കണ്ടോ, നിങ്ങളുണ്ടല്ലോ, ഉണ്ടാവും. ഇതിനാണ് ആർത്തി എന്ന് പറയില്ല. അല്ലാണ്ട് ഒരു ട്രെയിനിന്റെ ഡ്രൈവറെ പേരൊന്നല്ല ഈ ആർത്തി, ഇതന്നെ ആർത്തി. മറ്റേ ആൾക്ക് ശമ്പളം കൂട്ടി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സാധനം, അതാണ് സാധനം. അത് ഈ കാക്കക്ക് വല്ലാതെ ഉണ്ട്. ലാസ്റ്റ് നസ്ർ, പരുന്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റുജുബാണ്. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ലെവലായി പോയി എന്നുള്ളൊരു ചിന്ത. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് വളരെ ടെൻഷനായി ഇങ്ങനെ പോവാ. അതുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കണത്. ഇന്നലെ വരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്ക് ഒട്ടകത്തിന്റെ പാലൊക്കെ കറന്നത് പെണ്ണുങ്ങൾ മാത്രമേ ആ വീട്ടിലുള്ളൂ. ഇനി ആരാ നമുക്ക് ഒട്ടകത്തിന്റെ പാലൊക്കെ കറന്നു തരിക? അതിന് നമുക്ക് ശക്തിയില്ലല്ലോ, എന്താ ചെയ്യുക? അന്നേരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വീട്ടിന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ഇന്നലെ വരെ ആരാണോ ഒട്ടകത്തിന്റെ പാല് കറന്നത് അയാൾ ഇന്നും സമയാവുമ്പോൾ വരും, ഖലീഫ അതിന് വിചാരിച്ചിട്ട് മേടിക്കൊന്നും വേണ്ടാന്ന്. മനസ്സിലായ? ആ പറഞ്ഞ നല്ലൊരു പോയിന്റാ. എന്ന് പറഞ്ഞാല് സോണിലും ഡിവിഷനിലും എത്തിയെന്ന് വിചാരിച്ചിട്ട് സ്വന്തം യൂണിറ്റിൽ സുന്നി വോയിസിന് ഇറങ്ങാണ്ട് കൂലാം. അതാണ് അതിന്റെ ഷറഹ്.